മനുഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്: തോട്ടത്തിൽ നടക്കുന്ന നിന്റെ ഒച്ച ഞങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കിയിട്ട് ഏദൻ തോട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുമെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുവാനായി തീരും. എന്നാൽ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ എപ്പോൾ കേൾക്കുന്നുവോ ആ സമയം ആദാമും ഹവ്വയും ഓടി ദൈവത്തിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാനിടയായി തീരും. അവർ ദൈവത്തിങ്കലേക്ക് കടന്നു ചെന്ന് ഒരു സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ബന്ധത്തിന് ഇന്ന് ജീവിതത്തിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു വിച്ഛേദനം സംഭവിച്ച ഒരു കാലഘട്ടമാണ്, ഒരു സംഭവമാണ് നാം വായിച്ചു കേട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തോട്ടത്തിൽ വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി എടുത്തു പോയി സംസാരിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ മാറിയിരിക്കുന്ന അനുഭവം. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാം ദൈവത്തിങ്കിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച ദിവസവും നാം ദൈവത്തിൽ ജലത്തിൽ സ്നാനം സാക്ഷീകരിച്ച ദിവസവും നോക്കിക്കഴിഞ്ഞാൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം അത്രയ്ക്കും അഭേദ്യ ബന്ധമായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ കാലഘട്ടത്തിന്റെ കൽത്തറങ്ങൾ കടന്നുപോയ സാഹചര്യത്തിന്റെ നടുവിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള ഒരു സാന്നിധ്യമില്ലാതെ, പഴയതുപോലെയുള്ള ഒരു കൂട്ടായ്മയില്ലാതെ, പഴയതുപോലെ ഒരു സ്നേഹമില്ലാതെ നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം പലതവണ നമ്മെ തേടി വന്നിട്ടും നാം ദൈവത്തിൽ നിന്ന് ഓടി മാറുന്ന അനുഭവം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് ഇങ്ങനെ കൈയാലോചന കൈമാറുകയാ. ദൈവത്തിൽ നിന്ന് ഓടി മാറിയ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് അനുസൃതമായി ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ മാറിയിരിക്കുന്നവരെയല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ ഒളിച്ചിരിക്കുന്നവരെ തേടിയല്ല ദൈവം വന്നത്. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ കാറ്റിലായിരുന്നപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ നാട്ടിൽ വന്ന അഭിഷേകം തലയിലേറ്റു വാങ്ങിയ ഒരുവരെ തേടി യഹോവയായ ദൈവം ശമൂവേൽ പ്രവാചകനെ അയച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം സഭയോട് ഇങ്ങനെ ആത്മാവാൻ കൈമാറുകയാ. ദൈവത്തിലേക്ക് മടങ്ങി വരിക. എന്താ ദൈവത്തിന്റെ ഒച്ച? ദൈവത്തിന്റെ ശബ്ദത്തെ പറ്റി നാം ആധികാരികമായി പഠിച്ചു കഴിഞ്ഞാൽ തിരുവെഴുത്തുകളിൽ ഇപ്രകാരമൊക്കെ പറയുന്നു: ഒന്ന്, ദൈവത്തിന്റെ ശബ്ദം വനത്തിന്റെ തോലുരിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. മൂന്ന്, ദൈവത്തിന്റെ ശബ്ദം അവിടെ പറയുന്നു മാൻപേടകളെ പ്രസവിക്കുമാറാകുന്നു. എന്നാൽ മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന ശബ്ദവും കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ശബ്ദവും വനത്തിന്റെ തോലുരിക്കുന്ന ശബ്ദത്തിന്റെ മുൻപാകെ മനുഷ്യൻ സന്തോഷത്തോടെ കടന്നു പോകുവാനിടയായി തീർന്നു. ഒരിക്കൽ മിസ്രയീം ദേശത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ പ്രകാരമായി എനിക്ക് നിങ്ങളോട് കൂടെ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം അവരോട് പറഞ്ഞ വാക്യ പ്രകാരമാ ഞങ്ങൾക്ക് യഹോവയായ ദൈവത്തിന്റെ കൂടെ നടക്കണം. കാരണം യഹോവയായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായാലും കാരണം പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തോട് കൂടെ നടപ്പാൻ കഴിയത്തില്ല. അതായത് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായത്തിൽ താൻ ഉദ്ധരിച്ചെത്തിയിരിക്കുന്നത് സ്ഥൂലമായി കത്തിയതും തീ കത്തിയതുമായ പർവ്വതത്തിൽ വാക്കുകളുടെ ശബ്ദം, മേഘനമ സന്ധകാരം കൂരിട്ട് എന്നിവയുടെ അടുക്കലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒച്ച വാക്ക് കേട്ടവർ ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞത് ഇനി ഞങ്ങളോടൊരു വാക്കും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പാപിയായ മനുഷ്യൻ ഓടി മാറുമ്പോൾ ഇവിടെ ഏദൻ പൂങ്കാവനത്തിൽ ദൈവ ശബ്ദത്തിന് മുൻപാകെ അടുത്തു ചെല്ലുന്ന രണ്ടു കൂട്ടർ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ട് ഇസ്രായേൽ ജനത്തെ പോലെ ഓടി മാറുന്നവരായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിന്റെ വിശുദ്ധ പുരോഹിത വർഗമായിട്ടും ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ടും. സ്വന്തം ജനമായിരിക്കുന്നവർ എന്ത് ചെയ്യണം? സ്വന്തമായ ദൈവത്തിന്റെ മുൻപാകെ ഓടിച്ചെല്ലുന്നവരാകണം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഓടിച്ചെന്നു കഴിഞ്ഞാൽ മറ്റാർക്കും കിട്ടാത്ത ചില ശ്രേഷ്ഠതകൾ, മറ്റാർക്കും കിട്ടാത്ത ചില മാന്യതകൾ, ഈ മറ്റാർക്കും കിട്ടാത്ത ചില അരുളപ്പാടുകൾ ദൈവത്തിന്റെ ആ കൂട്ടായ്മയുടെ മുൻപാകെ ഇരുന്നിട്ടുണ്ടോ എന്ന് ഇയ്യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കടന്നു ചെല്ലുന്ന മനുഷ്യന് മറ്റാർക്കും കിട്ടാത്ത ചില വെളിപ്പാട് കിട്ടുവാനിടയായി തീരും. ദൈവ സാന്നിധ്യത്തിൽ കടന്നു പോകുന്ന മനുഷ്യന് മറ്റാർക്കും കിട്ടാത്ത ചില അഭേദ്യമായ ബന്ധങ്ങൾ കിട്ടുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഇന്നലെ വരെ മാറി നിന്നവരെ പോലെയല്ല. ഇന്ന് പകൽ മുതൽ ദൈവമേ, ഇന്നലെ വരെ ഞാൻ അങ്ങയുടെ ശബ്ദത്തിന്റെ മുൻപാകെ മാറി നിന്നു. എന്നാൽ ഇന്ന് രാവിലെ ദൈവമേ, അങ്ങയുടെ ശബ്ദത്തിന്റെ മുൻപാകെ മാറി നിൽക്കുന്നവരായിട്ടല്ല, അങ്ങയുടെ ശബ്ദത്തിന്റെ മുൻപാകെ ഓടി വന്ന് സ്വർഗത്തിന്റെ സുഖ അനുഭവങ്ങളെ പ്രാപിപ്പാൻ സ്വർഗത്തിൽ നിന്ന് രാവിലെ എന്നോട് ഇടപെടലുകൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കും വിശ്വാസത്തിനും വേണ്ടി പകൽക്കാലം ഞാൻ ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ അതുകൊണ്ട് ദൈവദാസന്മാരെ, ദൈവ
ദൈവജനമേ, ഏതെൻ പൂങ്കാവനത്തിൽ ആദാമിനെ ഹവ്വയെ പോലെ ഓടി മാറിയവരായിട്ട് ദൈവസാന്നിധ്യത്തിലായിരിക്കാനല്ല ഇന്ന് പകൽക്കാലം നാം വരേണ്ടത്. ദൈവത്തോട് അടുക്കുന്നവരായി